മാന്യമിത്രങ്ങൾക്ക് ശതകോടി പ്രണാമം. ഇതിൻ്റെ തൊട്ടു മുമ്പുള്ള വീഡിയോയിൽ നമ്മൾ അല്പദിനങ്ങൾക്ക് മുമ്പ് സംഭവിച്ച ശനിയുടെ രാശി മാറ്റത്തിൻ്റെ പ്രത്യാഘാതങ്ങളും ഗുണഫലങ്ങളും ഏതൊക്കെ നക്ഷത്രങ്ങളാണ് അനുഭവിക്കുന്നത് എന്ന് സൂചിപ്പിക്കുകയുണ്ടായി. ശനിയുടെ ഈ രാശിമാറ്റത്തിലൂടെ കണ്ടകശനിയുടെയും ഏഴരശനിയുടെയും ഫലങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ രൂക്ഷത അനുഭവിക്കേണ്ടി വരുന്ന പ്രിയമിത്രങ്ങൾക്കായി ജപിക്കേണ്ട ഒന്ന് രണ്ട് മന്ത്രങ്ങളാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ചു, കണ്ടകശനിയുടെയും ഏഴരശനിയുടെയും അതുപോലെ തന്നെ ആരോഗ്യകരമായ അഭിവൃദ്ധിക്കും ഏറ്റവും ഉത്തമമായിട്ടുള്ളതാണ് മഹാദേവ പ്രീതി മന്ത്രങ്ങൾ. മഹാദേവന്റെ പ്രീതിക്കായി ത്രയംബകം യജാമഹേ സുഗന്ധിം പുഷ്ടിവർദ്ധനം ഉർവാരുകമിവ ബന്ധനാത് മൃത്യോർ മുക്ഷീയമാം അമൃതാത് എന്ന മന്ത്രം ജപിക്കാം. ഇനി അത് ബുദ്ധിമുട്ടാണ് എന്ന് തോന്നുന്നവർ ഓം നമഃശിവായ എന്ന ദിവ്യമായ പഞ്ചാക്ഷരി മന്ത്രം ദിനംതോറും ജപിക്കാം. മനസ്സിൽ പരമേശ്വരന്റെ ദിവ്യമായ തിരുരൂപത്തെ അകക്കണ്ണുകൊണ്ട് കണ്ടുകൊണ്ട് പ്രാർത്ഥിച്ചാൽ വളരെ ഗുണപ്രദമാണ്. അതോടൊപ്പം ശനിപ്രീതിക്കായി ശനിയുടെ മന്ത്രം ജപിക്കുന്നത് വളരെ ഉത്തമമായിട്ടുള്ളതാണ്. ശനീശ്വരനെ പ്രീതിപ്പെടുത്തിയാൽ തന്നെ ശനിയുടെ അപഹാരത്തിന്റെ അല്ലെങ്കിൽ ശനിബാധയുടെ തീവ്രത കുറയ്ക്കുവാൻ കഴിയും. ശനിപ്രീതിക്ക് ജപിക്കാൻ കഴിയുന്ന ഏറ്റവും ഉത്തമമായ മന്ത്രമാണ് ഇനിയും പ്രിയമിത്രങ്ങളുടെ ശ്രദ്ധയിലേക്ക് എത്തിക്കുന്നത്. ഇപ്പോഴെന്നല്ല, എപ്പോഴാണെങ്കിലും ശനിപ്രീതി ലഭിക്കണം എന്ന് ആഗ്രഹിക്കുന്നവർ നിരന്തരം ഈ മന്ത്രം പഠിച്ച് ജപിക്കുന്നത് വളരെ വളരെ ശ്രേഷ്ഠതരം തന്നെയാണ്. നിങ്ങൾക്ക് ശനിയെ പിന്നീട് ഭയപ്പെടേണ്ടതായ യാതൊരു ആവശ്യകതയും ഉണ്ടാകുന്നില്ല. അതുകൊണ്ട് ആ പ്രിയ മന്ത്രം ഏതൊക്കെയാണ്, എങ്ങനെയാണ് എന്ന് ഒന്ന് പരിചയപ്പെടാം. നീലാഞ്ജന സമാഭാസം രവിപുത്രം യമഗ്രജം ഛായാമാർത്തണ്ഡസംഭൂതം തം നമാമി ശനൈശ്വരം. നീലാഞ്ജന സമാഭാസം രവിപുത്രം യമഗ്രജം ഛായാമാർത്തണ്ഡസംഭൂതം തം നമാമി ശനൈശ്വരം. വളരെ വളരെ ഐശ്വര്യത്തെ പ്രദാനം ചെയ്യുന്ന രൂപലാവണ്യത്തിനുടമയായവനെ, സച്ചിദാനന്ദ സ്വരൂപനും സമസ്ത ലോകത്തിൻ്റെയും അന്ധകാരത്തെ പരിപൂർണമായി നിമഞ്ജനം ചെയ്യുവാൻ ഒരു നിമിഷം പോലും റെസ്റ്റ് ഇല്ലാതെ, അണയാതെ, തീവ്രത കുറയാതെ സദാ പുഞ്ചിരി പൊഴിച്ചുകൊണ്ട് സമസ്ത ലോകത്തിനും പ്രകാശത്തെയും ഊർജത്തെയും പ്രദാനം ചെയ്യുന്ന സൂര്യദേവന്റെ പ്രിയപുത്രനെ, ഛായാദേവിയുടെയും മാർത്താണ്ഡന്റെയും അരുമയായ സന്തതി, അവിടെ നിന്ന് അടിയന്റെ എല്ലാവിധമായ സങ്കടങ്ങളെയും ഉന്മൂലനം ചെയ്തു തരണം. അങ്ങയ്ക്ക് മാത്രമേ അടിയനെ പരിപാലിക്കാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ശരണാഗതനായ ഞാൻ, അല്ലെങ്കിൽ ശരണാഗതരായ ഞങ്ങൾ അങ്ങയുടെ തൃജേവടികളെ ശരണം പ്രാപിക്കുന്നു. അല്ലയോ സൂര്യപുത്ര, അല്ലയോ ഛായാദേവിയുടെ പൊന്നോമന പുത്ര, അവിടെ നിന്ന് അഷ്ടൈശ്വര്യങ്ങളും തന്ന് യാതൊരുവിധമായ ശനിബാധയും അടിയങ്ങളിലേക്ക് എത്താതെ നിരന്തരം പരിപാലിക്കുവാനുള്ള അനുഗ്രഹം നൽകണമേ, കൃപ കാട്ടണമേ എന്ന് ശനീശ്വരനോട് പ്രാർത്ഥിക്കുന്നത് വളരെ ഉത്തമമാണ്. അതുപോലെ തന്നെ നിങ്ങൾ ക്ഷേത്രത്തിൽ പോകുവാൻ സമയമില്ല എങ്കിൽ സ്വഭവനത്തിൽ തന്നെ അല്പം വെള്ളമെടുത്ത് ഒരു കിഴി കെട്ടി അത് ഒരു നാളികേരത്തിൽ വെച്ച് നെയ്യോ നല്ലെണ്ണയോ ഒഴിച്ചു കൊളുത്തി അതിൻ്റെ അരികിലിരുന്ന് ഈ നാമം ജപിക്കുന്നതും വളരെ ഉത്തമമാണ്. ഇനിയും ജപിക്കേണ്ട നവഗ്രഹ പീഡാഹാര സ്തോത്രമാണ്. അത് തീർച്ചയായും നമുക്ക് വളരെ ഗുണപ്രദമാകും. അതുകൊണ്ട് ആ ദിവ്യമായ സ്തോത്രം കൂടി നമ്മൾക്കൊന്ന് പരിചയപ്പെടാം. ഓം സൂര്യപുത്രോ ദീർഘദേഹോ വിശാലാക്ഷാ ശിവപ്രിയ മന്ദചാരാ പ്രസന്നാത്മാ പീഡാഹരതു മേ ശനി. ഓം സൂര്യപുത്രോ ദീർഘദേഹോ വിശാലാക്ഷാ ശിവപ്രിയ മന്ദചാരാ പ്രസന്നാത്മാ പീഡാഹരതു മേ ശനി. അല്ലയോ സൂര്യപുത്രനായ ശനി ഭഗവാനെ, വിശ്വനാഥന് വളരെയേറെ പ്രിയങ്കരനായിട്ടുള്ളവനെ, നിരന്തരം പ്രഭ പൊഴിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന സർവേശ്വര, അവിടെ നിന്ന്
അടിയന്റെ എല്ലാവിധമായ പീഡകളെയും ദുഃഖങ്ങളെയും ദുരിതങ്ങളെയും എല്ലാം അകറ്റി പരിപൂർണമായ ഐശ്വര്യത്തിനെ ഈ ഉള്ളവനായി പ്രദാനം ചെയ്യണമേ എന്നതാണ് ഈ മന്ത്രത്തിന്റെ അർത്ഥം. അതുകൊണ്ട് തന്നെ ഈ സൂചിപ്പിച്ച 2 മന്ത്രങ്ങൾ ജപിച്ച് അതിനോടൊപ്പം പരമേശ്വരന്റെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു മന്ത്രം കൂടി ജപിച്ചാൽ തീർച്ചയായും ഈ ശനിയുടെ അപഹാരത്തിന് പരിഹാരമുണ്ടാക്കുവാൻ കഴിയും. അതിൻ്റെ തീവ്രത കുറയ്ക്കുവാൻ കഴിയും. പ്രാർത്ഥനയിലൂടെയും അതോടൊപ്പം സാധുജന സേവനം മറന്നുപോകാതെ ചെയ്യേണ്ടതാണ്. ഏതെങ്കിലുമൊക്കെ രീതിയിൽ തന്നാൽ കഴിയാവുന്ന രീതിയിൽ കടോ എടോ ഒന്നും വാങ്ങിയിട്ടല്ല, തന്നാൽ കഴിയാവുന്ന രീതിയിൽ ഏതെങ്കിലുമൊക്കെ അർഹരായ സാധുക്കളെ കണ്ടെത്തി അവരെ സഹായിക്കാനുള്ള മനസ്സ് കാട്ടിയാൽ തന്നെ സാമ്പത്തികമായി ചെയ്യാൻ കഴിയാത്തവർ ശാരീരികമായി ചെയ്യാം. യാതൊരുവിധ ക്രെഡിറ്റും പ്രതീക്ഷിക്കാതെ, യാതൊരുവിധ പബ്ലിസിറ്റിയും പ്രതീക്ഷിക്കാതെ എൻ്റെ സമർപ്പണമാണ്, ഡെഡിക്കേഷനാണ്, മാനവസേവയാണ് മാധവസേവ എന്ന ആ തലത്തെ പ്രാവർത്തികമാക്കിക്കൊണ്ട് സുഹൃതം സർവഭൂതാനാം എന്നതാണ് ഭഗവാന്റെ ഇച്ഛ. ആ ഭഗവത് ഇച്ഛ നിറവേറ്റുവാൻ നിയോഗിക്കപ്പെട്ട ഭഗവത് ദാസനാണ് ഞാൻ എന്ന ഭാവത്തിൽ തന്നാൽ കഴിയാവുന്ന രീതിയിൽ സാധുക്കളെ സഹായിക്കൂ. ശനിയെന്നല്ല, ഏതു ക്രൂരനും നമ്മൾക്ക് പ്രിയരായി മാറും, നമ്മെ അനുഗ്രഹിക്കും, തങ്ങളാൽ കഴിയാവുന്ന രീതിയിൽ നമ്മെ ഉയർത്തുക തന്നെ ചെയ്യും. ഇതോടൊപ്പം പ്രിയമിത്രങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ധർമ്മശാസ്താവിന്റെ മന്ത്രം ജപിക്കാം. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപര രക്ഷ രക്ഷ മഹാബാഹോ ശാസ്ത്രേ തുഭ്യം നമോ നമഃ. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപര രക്ഷ രക്ഷ മഹാബാഹോ ശാസ്ത്രേ തുഭ്യം നമോ നമഃ. നിരന്തരം ആനന്ദത്തെ വർദ്ധിക്കുന്ന ഭൂതനാഥനായ, സമസ്ത ഭൂതങ്ങളുടെയും നാഥനായ, ജീവനാഥനായ പരമേശ്വരപുത്ര, ദീർഘബാഹുക്കളോടുകൂടിയുള്ളവനെ, അടിയന്റെ എല്ലാവിധമായ സങ്കടങ്ങളെയും സന്താപങ്ങളെയും ഇല്ലായ്മ ചെയ്ത് പരിപൂർണമായ ഐശ്വര്യത്തെയും ശാന്തിയെയും ഈ ഉള്ളവന് പ്രദാനം ചെയ്യണമേ എന്നുകൂടി ജപിച്ചാൽ തീർച്ചയായും ധാരാളമായി. ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്താം, മഹാദേവന്റെ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു മന്ത്രം, അതോടൊപ്പം ശനീശ്വരന്റെ 2 മന്ത്രങ്ങൾ ഇവിടെ സൂചിപ്പിച്ചു. ശനീശ്വര മന്ത്രവും നവഗ്രഹ പീഡാഹാര സ്തോത്രവും അത് ജപിക്കാവുന്നതാണ്. അതോടൊപ്പം ധർമ്മശാസ്താവിന്റെ ആ നാമം കൂടി ജപിച്ചാൽ തീർച്ചയായും സധൈര്യം നിങ്ങൾക്ക് ജീവിക്കാം. അല്പം ശ്രദ്ധിക്കുക മാത്രമേ ചെയ്യേണ്ടതുള്ളൂ. പ്രവർത്തന മേഖലയിലാകട്ടെ, കർമ്മപദങ്ങളിലാകട്ടെ, ഭവനങ്ങളിലാകട്ടെ, ആവശ്യമില്ലാത്തതും വിശ്വസിക്കാൻ കഴിയാത്തവരുമായിട്ടുള്ള ഇടപെടലുകൾ ഒഴിവാക്കുക. കാരണം വഞ്ചനയ്ക്കും ചതിക്കുവാനുമുള്ള സാധ്യത വളരെ വലുതാണ്. അതുകൊണ്ട് പരിപൂർണമായി വിശ്വസിക്കാൻ കഴിയുന്നവരും ആയി മാത്രം ഹൃദയബന്ധം സൂക്ഷിക്കുകയും അവരോടൊപ്പം മാത്രം പ്രവർത്തിക്കാനും പരമാവധി പരിശ്രമിക്കുക. അനാവശ്യമായ ഏടാകൂടങ്ങളിലും എടുത്തുചാട്ടങ്ങളിലും എത്തപ്പെടാതെ അല്പം ശ്രദ്ധയോടും അല്പം ക്ഷമയോടും കൂടി നിങ്ങൾ പരിശ്രമിച്ചാൽ തീർച്ചയായും മാന്യമിത്രങ്ങൾക്ക് ഏവർക്കും സർവേശ്വരനായ പരമേശ്വരൻ്റെയും സർവഗുണദാതാവായ ശനീശ്വരൻ്റെയും അതോടൊപ്പം സമസ്ത സങ്കടങ്ങളെ ഉന്മൂലനം ചെയ്യുന്നവനായ ധർമ്മശാസ്താവിൻ്റെയും കൃപാകടാക്ഷം ലഭിക്കട്ടെ എന്ന് ആദരപൂർവ്വം പ്രാർത്ഥിച്ചുകൊണ്ട് വീണ്ടും കണ്ടുമുട്ടുന്നത് വരെ പ്രിയമിത്രങ്ങളെ ഏവർക്കും നമസ്കാരം. ഹരി ഓം.